ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറിക്സൺസ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആവുന്നില്ല. കുഞ്ഞ് ജനിച്ച് ഫിസിക്കലി കുട്ടി വളരുന്നതിനോടൊപ്പം തന്നെയാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റിയും വികസിച്ചു വരുന്നത്. എറിക് എറിക്സൺ എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത്, ഒരു കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാൻ ആ കുഞ്ഞ് ജീവിച്ചു വരുന്ന സാഹചര്യവും സോഷ്യൽ ഇൻറ്ററാക്ഷൻസും സാധ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരു സ്റ്റേജിൽ അവസാനിക്കുന്നില്ല, അത് ജീവിതകാലം മുഴുവനും നിൽക്കുന്ന ഒന്നാണ് എന്നാണ്. ബയോഗ്രഫി ഓഫ് എറിക് എറിക്സൺ. അദ്ദേഹം ജനിക്കുന്നത് 1902 ജൂൺ 15 ജർമ്മനിയിലാണ്. അദ്ദേഹം ഒരു നിയോ ഫ്രൂഡിയൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അതായത് സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന സൈക്കോളജിസ്റ്റിൻ്റെ അനുയായിയായിരുന്നു. സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ ആശയങ്ങളെ ഏറെക്കുറെ അംഗീകരിക്കുകയും എന്നാൽ അതിൽ ചില ആശയങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിരുന്ന സൈക്കോളജിസ്റ്റുകളെ ആയിരുന്നു നിയോ ഫ്രൂഡിയൻ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആൽഫ്രഡ് അഡ്ലർ, കാൾ ജങ് തുടങ്ങിയവരെല്ലാം നിയോ ഫ്രൂഡിയൻ സൈക്കോളജിസ്റ്റാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയുടെ പേരിലാണ് എറിക് എറിക്സണിനെ കൂടുതലായും അറിയപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന ഒരു കൺസെപ്റ്റും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് കാർല അബ്രഹാംസൺ, അച്ഛൻ ഡോക്ടർ തിയോഡർ ഹോബർജൻ. ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, ദി ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ്, ഗാന്ധിസ് ട്രൂത്ത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്കുകളാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി എപ്പിജെനറ്റിക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഗ്രോത്ത് എപ്പോഴും നടക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എന്നാണ് എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ആ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഗ്രോത്ത് നടക്കുന്നത് എന്നാണ് എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇഴയാൻ പഠിച്ചിട്ട് മാത്രമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? നടക്കാൻ പഠിക്കുന്നത്. നടക്കാൻ പഠിച്ചിട്ടാണ് കുട്ടി ഓടാൻ പഠിക്കുന്നത്. ഓടാൻ പഠിച്ചിട്ടാണ് കുട്ടി ചാടാൻ പഠിക്കുന്നത്, അല്ലേ? അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും കുട്ടി നടക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടല്ല ഇഴയാൻ പഠിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് 8 സ്റ്റേജസുകളാണ് പറയുന്നത്. 8 സ്റ്റേജസിലൂടെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്നാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെ 8 സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 8 സ്റ്റേജസിലൂടെയാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് എറിക്സൺ പറയുന്നത്. ഈ 8 സ്റ്റേജുകളിൽ ഓരോ സ്റ്റേജിലേക്ക് കടക്കുമ്പോഴും വ്യക്തി ചില വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില ക്രൈസിസ് നേരിടേണ്ടി വരും. അത്തരം ക്രൈസിസുകളെയാണ് സൈക്കോ സോഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഇതിൽ സൈക്കോ എന്ന ടീം ഇൻഡിവിജ്വൽ നീഡ്സിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ സോഷ്യൽ എന്ന ടീം സോഷ്യൽ നീഡ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ചില നീഡ്സ് കാണും, സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില നീഡ്സ് കാണും. അപ്പം ഇവ തമ്മിലുള്ള ഒരു മത്സരമാണ് ഓരോ സ്റ്റേജിലും നടക്കുന്നത്. അപ്പം ഈ വിഷമഘട്ടത്തെ നേരിട്ട് കഴിഞ്ഞ് അതിൽ വിൻ ചെയ്താൽ അല്ലെങ്കിൽ അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് ആ സ്റ്റേജിൽ ഒരു ഈഗോ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഈഗോ ക്വാളിറ്റി കിട്ടും. ഇതിനെ നമ്മൾ ബേസിക് വിർച്വ എന്നും പറയും. അപ്പം ഈ ഈഗോ ക്വാളിറ്റി ഓരോ സ്റ്റേജിലും കിട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സ്റ്റേജിലും ഈഗോ ക്വാളിറ്റി കിട്ടി എല്ലാ സ്റ്റേജും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. അതല്ല, സ്റ്റേജുകളിൽ ഫെയിലിയറാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിലോ ആ വ്യക്തിയുടെ ഒരു അൺഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. Identity crisis. A failure to establish a clear self-identity creates confusion and anxiety in individual, which is called identity crisis. അതായത് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ക്രൈസിസ് തന്നെയാണ്.
അതായത് ഒരു സ്റ്റേജിലെത്തി കഴിയുമ്പോൾ ആ വ്യക്തി താൻ ആരാണ്, അതായത് തൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അവിടെ ഉണ്ടാകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഒരു ക്രൈസിസ്, അതിനെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്, എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻഫൻസി സ്റ്റേജ്. ബർത്ത് മുതൽ 18 മാസം വരെയാണ്. ഇവിടുത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും എങ്ങനെയായിരിക്കും, അമ്മയായിരിക്കും ആശ്രയിക്കുന്നത് അല്ലേ. വിശക്കുമ്പോഴായാലും സ്നേഹത്തിനായാലും പേടി വന്നാലായാലും എല്ലാത്തിനും എന്താണ്, അവർക്ക് അമ്മ വേണം. അമ്മയെയാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അമ്മയാണ് അവരുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് അല്ലേ. ഫുഡിനും കെയറിനും വാംതിനും ലവിനും എല്ലാം അവരെന്താണ്, അമ്മയാണ് ആശ്രയിക്കുന്നത്. അപ്പം അമ്മ എന്താണ്, അവരെ കെയർ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം അമ്മ അവരെ കെയർ ചെയ്യുന്നത് നല്ല രീതിയിലാണ് എങ്കിൽ, അതായത് അവർക്ക് വിശക്കുമ്പോൾ അമ്മ കൂടെയുണ്ട്, വിശക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, പേടിക്കുമ്പോൾ അമ്മ കൂടെയുണ്ട്, അമ്മയുടെ സ്നേഹം കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കുട്ടിക്ക് അമ്മയിൽ നിന്ന് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അമ്മയോട് തോന്നും എന്ത്, ഒരു വിശ്വാസം തോന്നും, ഒരു ട്രസ്റ്റ് തോന്നും അല്ലേ. അപ്പം അത്തരത്തിൽ അമ്മയോട് കുട്ടിക്കൊരു വിശ്വാസം വന്നാൽ ആ സ്റ്റേജിൽ കുട്ടിക്കുണ്ടാകുന്ന ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈഗോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹോപ്പാണ്. അതായത് ഇനിയുള്ള ജീവിതത്തിലായാലും എന്ത് കാര്യത്തിനായാലും എൻ്റെ കൂടെ ഒരാളുണ്ട്, എന്നെ താങ്ങാൻ ഒരാളുണ്ട്, ഈ കാര്യത്തിൽ എന്ത് കാര്യത്തിലും ഒരു വിശ്വാസം എന്താണ് കുട്ടിക്കുണ്ടാവും അല്ലേ. ഇനി അതല്ല, അമ്മയിൽ നിന്നും നല്ല ഒരു അറ്റ്മോസ്ഫിയർ അല്ല കുട്ടിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ, അതായത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കുട്ടിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കുട്ടിക്ക് അമ്മയോട് വിശ്വാസം കാണില്ല അല്ലേ, മിസ്ട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ കുട്ടിക്ക് എന്താണ്, എപ്പോഴും എന്താണ്, ഫിയർ ആയിരിക്കും, അതായത് എന്ത് കാര്യത്തിനും പേടിയായിരിക്കും. പിന്നെ അതുപോലെ എന്താണ്, സെക്യൂറായിട്ട് തോന്നത്തില്ല, കുട്ടി താൻ ഇൻസെക്യൂർ ആണ് എന്നായിരിക്കും കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ്, അവർ ഫിസിക്കലി ഡെവലപ്ഡ് ആവുന്ന സമയമാണല്ലേ. അവർ ഫിസിക്കലി ഡെവലപ്ഡ് ആവുന്നുണ്ട്. അതുപോലെ അവരുടെ പ്രത്യേകത എന്താണ്, അവരെല്ലാ കാര്യവും ഓട്ടോണോമസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. അതായത് അവരെല്ലാ കാര്യവും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവർ തന്നെ ഗ്ലാസ് പിടിച്ച് കുടിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിച്ച് കുടിക്കാൻ ശ്രമിക്കും അല്ലേ. അതുപോലെ എന്താണ്, ചെരുപ്പിടുന്നത് തന്നെയായിരിക്കും, ഉടുപ്പിടുന്നത് തന്നെയായിരിക്കും, കുളിക്കാൻ സോപ്പ് ഇടുന്നത് തന്നെയായിരിക്കും. എല്ലാ കാര്യം എന്താണ്, അവർക്ക് തന്നെ ചെയ്യണം, തന്നെ ചെയ്യാനാണ് അവർക്കൊരു ഉത്സാഹം. പക്ഷേ അവർ തന്നെ ചെയ്യുന്നത് കറക്റ്റ് പെർഫെക്റ്റ് ആവണമെന്നില്ല. എങ്കിൽ തന്നെയും എന്താണ്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യവും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അല്ലേ. അപ്പം ഈ സമയത്ത് തന്നെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ടോയ്ലറ്റ് ട്രെയിനിങ് പഠിക്കുന്നത്. അപ്പം ഈ സമയത്തെല്ലാം കുട്ടികൾ തന്നെ ചെയ്യുന്ന സമയത്തെല്ലാം, അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന സമയത്തെല്ലാം അമ്മയും അച്ഛനും എന്താണ് ചെയ്യേണ്ടുന്നത്, കുട്ടിയെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത് അല്ലേ. അല്ലെങ്കിൽ നീ ഇത് ചെയ്താൽ പെർഫെക്റ്റ് ആവത്തില്ല, നീ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവത്തില്ല, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് കുട്ടിയെ ഡിസ്കറേജ് ചെയ്യുകയല്ല വേണ്ടുന്നത്. അപ്പോൾ കുട്ടി ഇപ്പം ടോയ്ലറ്റ് ട്രെയിനിങ് ആണെങ്കിൽ തന്നെയും കുട്ടി ഒന്ന് മുള്ളി, ആ സമയത്ത് എന്താണ്, കുട്ടിയെ എടുത്ത് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കുട്ടിയെ ഷൗട്ട് ചെയ്യുകയാണോ വേണ്ടുന്നത്. അല്ലെങ്കിൽ എന്താണ്, സമാധാനപരമായി കുട്ടിയോട് പറയണം, മോളെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനപരമായി അവിടെ ആ ഒരു സാഹചര്യത്തിൽ ഇടപെടുകയാണ് വേണ്ടുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ലേസി ആയിട്ട് കുട്ടി മുള്ളുന്നുണ്ട്, എന്നാൽ പിന്നെ മുള്ളിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലേസി ആയിട്ട് വിട്ടാലും അത് പ്രശ്നമാണല്ലേ. അപ്പം അമ്മയും അച്ഛനും ആ ഒരു രീതിയിലായിരിക്കണം കുട്ടികളോട് ഇടപഴകേണ്ടുന്നത്. കുട്ടികളിങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പേരൻസ് അവരെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓട്ടോണോമസ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് ഈ സ്റ്റേജിൽ ലഭിക്കുന്ന ഈഗോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഐ ക്യാൻ, അതായത് വില്ലാണ്, എന്നെക്കൊണ്ട് പറ്റും, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വില്ല് അവർക്ക് ഉണ്ടാവും. ഇനി അഥവാ അവർ ഡിസ്കറേജ് ചെയ്യുകയാണെങ്കിലോ അവർക്ക് ഷെയിം അല്ലെങ്കിൽ ഡൗട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാണം, ചെയ്യാൻ ഒരു നാണമായിരിക്കും അവർക്കുണ്ടാവുന്നത്. അത് ആ സ്റ്റേജിൽ തന്നെയല്ല, മുതിർന്ന ആളുകളായാൽ പോലും അവർക്ക് ആ ഒരു പേഴ്സണാലിറ്റിയിൽ അത് ബാധിക്കും എന്നാണ് എറിക്സൺ പറയുന്നത്.